മരണത്തെ മുഖാമുഖം കണ്ട് ജീവിക്കുന്ന കുറച്ച് മനുഷ്യർ സ്വന്തം വീടിന്റെ പുറത്തുപോലും ഇറങ്ങാൻ പേടിക്കേണ്ട അവസ്ഥ. ഈ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു ജനതയുണ്ട് ഇന്നും കേരളത്തിൽ. വയനാട് വീണ്ടും കടുവയെ കണ്ടതായി നാട്ടുകാർ. വയനാട് വീണ്ടും കടുവാ ഭീതിയിൽ. വയനാട്ടിൽ കടുവയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ കർഷകൻ മരിച്ചു. ആനയും കടുവയും പുലിയുമെല്ലാം മനുഷ്യജീവന് ഭീഷണിയാകുന്ന സംഭവങ്ങൾ പതിവാണ്. എന്നാൽ എല്ലാ കാലവും വന്യജീവികളെ ഭയന്ന് ജീവിക്കുക എന്നത് ഭീകരമായ ഒരു അവസ്ഥയാണ്. എന്റെ ഡാഡിക്ക് സംഭവിച്ചിറങ്ങി ഇനി ഒരു മനുഷ്യർക്ക് പറ്റാൻ പാടില്ല. വയനാട്ടില് ഞാൻ കരഞ്ഞ എത്ര വേറൊരു കൊച്ചു ഇനി കരയാൻ പാടില്ല. വയനാട്ടുകാർക്ക് മുക്കാലോളം ജനവും എനിക്കറിയാം. ഞാൻ ഇത് കേട്ടിട്ടുള്ളത്, ഞാൻ ന്യൂസ് കാണുന്നതാ, പത്രം വായിക്കുന്നതാ. മുക്കാലോളം ജനങ്ങൾ കടുവേന്റെ ആക്രമണത്തിൽ, ആനയുടെ ആക്രമണത്തിൽ മരിക്കുന്നുണ്ട്. എന്റെ അച്ഛനെ വെച്ച് പറയരുത്. അതന്നെ, അത് ചിലരെ വിളിച്ച് പറയുന്നതാണത്. ചില ആളുകൾ ഇത് മുതലെടുക്കുന്നുണ്ട്. അത് ശരിയാണ്. അത് പോയി മാറ്റിപ്പറ. എന്റെ അച്ഛനെ വെച്ച് അങ്ങനെ വില വേശി ആരും പറയണ്ട. അവിടെ ഇരിക്കുന്നവരൊന്ന് പറഞ്ഞേരെ കേട്ടോ. അച്ഛാ ഒന്ന് പറഞ്ഞേരെ, അങ്ങനെയൊന്നും സംസാരിക്കുന്നു. സാധാരണ ഒരാൾ ഉപദ്രവിച്ചാൽ കിട്ടുന്ന പൈസ 10 ലക്ഷം രൂപ. എന്റെ അച്ഛൻ എന്നെ നോക്കിയാലേ നിങ്ങൾക്ക് നോക്കാൻ പറ്റുമോ? ഓരോ ദിവസം എന്നെ നോക്കിയവരെ നോക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? ഇപ്പോഴും വയനാടിന്റെ വിവിധയിടങ്ങളിൽ കടുവയും പുലിയും ആനയും കാട്ടുപന്നിയുമെല്ലാം അവയുടെ സ്വൈര്യവിഹാരം തുടരുകയാണ്. ഞാൻ 6:30 മണിക്ക് വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് വരാൻ വേണ്ടി കയറി ഒരു 2 സെക്കൻഡ് റോട്ടിലോട്ട് കയറി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ തന്നെ പറമ്പിൻ്റെ താഴെ ഭാഗത്തുനിന്ന് ഒരു കരച്ചിൽ കേട്ടപ്പോൾ ഞാൻ ശ്രദ്ധിച്ചു. ആന എന്തെങ്കിലും ആയിരിക്കുമോ എന്ന് വിചാരിച്ച് ഇങ്ങനെ നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ വീണ്ടും ഒരു കരച്ചിലും ഭയങ്കരമായിട്ട് ഇങ്ങനെ എന്തോ പാഞ്ഞ് ഭയങ്കര ശബ്ദത്തോടു കൂടി എല്ലാം കുലുക്കി പറിച്ച് വരുന്ന ഒരു ഇത് തോന്നി എനിക്ക്. അപ്പം ഞാൻ വിചാരിച്ചു ആനയാണെന്ന് വിചാരിച്ചു. ഞാൻ മേലെ വീട്ടിൽ ചേട്ടനെ വിളിച്ചു. ചേട്ടാ ആന വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് റോഡിലോട്ട് അവരുടെ വീടിൻ്റെ ആ ചാലിലേക്ക് കയറി കഴിഞ്ഞ് മേലെ ചെന്നപ്പോൾ ഒരു തിണ്ട എനിക്ക് ഓടാൻ പറ്റാണ്ടായിപ്പോയി. വേഗം ഞാൻ സൈഡിലോട്ട് മാറി എന്നെ കവർ ചെയ്ത് വന്ന് കടുവ വേഗം മേലോട്ട് കയറിപ്പോയി. വേഗം ഞാൻ അവിടെ വീണു. വന്നിട്ട് പിന്നെ അവർ വന്ന് എന്നെ പിടിച്ചോണ്ട് പോകുക ഇത്. വന്യജീവി ആക്രമണം കൊണ്ട് മാത്രം തീരുന്നതല്ല വയനാടൻ ജനതയുടെ പ്രശ്നങ്ങൾ, മറിച്ച് അത് നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടമാണ്. എല്ലാ കാലത്തും വയനാട് ജില്ല നേരിടുന്ന പ്രശ്നങ്ങൾ ഒന്നു തന്നെയാണ്. കാലം മാറുന്നതിനനുസരിച്ച് അവയുടെ തീവ്രത കൂടി വരുന്നു എന്ന് മാത്രം. രോഗം വന്നാൽ ചികിത്സിക്കാൻ നല്ലൊരു ഹോസ്പിറ്റലോ വിദഗ്ധ ഡോക്ടർമാരോ വയനാട്ടിൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. എന്തായാലും ചവിട്ടിയാ അറ്റ്ലീസ്റ്റ് ചികിത്സയെങ്കിലും മര്യാദയ്ക്ക് കൊടുക്കണ്ടേ? ആന ചവിട്ടിയെന്നൊന്നും പറയാൻ പറ്റില്ല, അത് ആന ചവിട്ടി. പക്ഷെ ചികിത്സ ഇനി ഒരാൾക്ക് ഗതി വരരുത്. മെഡിക്കൽ കോളേജിൽ കിടന്ന് ഒരാൾ ഇനി മരിക്കരുത്. പുൽപ്പള്ളി മുള്ളംകൊല്ലി പൂതാടി പഞ്ചായത്തിലെ ജനങ്ങൾ ചികിത്സയ്ക്കായി ആശ്രയിക്കുന്ന ഏക ആശുപത്രിയാണ് പുൽപ്പള്ളി കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ. എന്നാൽ ഇവിടെ ആവശ്യത്തിന് ഡോക്ടർമാരോ സംവിധാനങ്ങളോ ഇല്ല. നൂറുകണക്കിന് ആദിവാസികൾ ഉൾപ്പെടെയുള്ള ജനങ്ങൾ ചികിത്സ തേടിയെത്തുന്ന ഈ ആതുര ശുശ്രൂഷ കേന്ദ്രത്തിന്റെ അവസ്ഥ ഇന്ന് പരമദയനീയമാണ്. രാത്രികാലങ്ങളിൽ രോഗികളെയും കൊണ്ട് 10-35 കിലോമീറ്റർ അകലെയുള്ള സുൽത്താൻ ബത്തേരിയിലോ മാനന്തവാടിയിലോ പോകേണ്ട സാഹചര്യമാണ്. വയനാട്ടിൽ പേരിന് മെഡിക്കൽ കോളേജ് ഉണ്ടെങ്കിലും രോഗിയുമായി ജീവനും കയ്യിൽ പിടിച്ച് ചുരമിറങ്ങേണ്ട അവസ്ഥയ്ക്ക് യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല. ഇതെല്ലാം എന്ന് അവസാനിക്കുമെന്നാണ് വയനാട്ടുകാർ ചോദിക്കുന്നത്. അവർക്ക് ഉത്തരം ലഭിക്കേണ്ടതുണ്ട്. കാരണം അവരുടെ തലമുറകളും ഇനി ജീവിക്കേണ്ടത് ഇവിടെ തന്നെയാണ്. അപകടത്തിൽപ്പെടുന്ന കർഷകനെ ഇവിടെ മതിയായ ചികിത്സ കിട്ടാത്ത സാഹചര്യം വയനാട്ടിലുണ്ട്. പേരിന് മാത്രം വയനാട്ടിൽ ഒരു മെഡിക്കൽ കോളേജ് ആണ് നിലവിൽ മാനന്തവാടിയിലുള്ളത്. അവിടെ ചികിത്സയ്ക്ക് വേണ്ടി എത്തിച്ചാൽ ഡോക്ടർ പരിശോധിക്കുന്നതിനുള്ള ഒരു സാഹചര്യം നിലവിലില്ല. പരിശോധിച്ചാൽ പോലും അതിന് മതിയായ ചികിത്സ കൊടുക്കാൻ അവിടെ സാഹചര്യമില്ലാത്തതിനാൽ റെഫർ ചെയ്യുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കും കൽപ്പന ജനറൽ ആശുപത്രിയിലേക്കുമാണ്. കഴിഞ്ഞ പിണറായി സർക്കാരിൻ്റെ കാലത്താണ് ഞങ്ങൾക്ക് ആ മെഡിക്കൽ കോളേജ് അനുവദിച്ചു കിട്ടിയത്. കേവലം ആ ജില്ലാ ആശുപത്രി എന്ന ആ ബോർഡ് മാറ്റി മെഡിക്കൽ കോളേജ്, വയനാട് മെഡിക്കൽ കോളേജ് എന്ന ഒരു ബോർഡ് മാറ്റി സ്ഥാപിച്ചതല്ലാതെ ആ ആശുപത്രിയിൽ മറ്റു യാതൊരു വിധത്തിലുള്ള ഒരു മെഡിക്കൽ കോളേജിന് വേണ്ട യാതൊരു വിധത്തിലുള്ള സൗകര്യങ്ങളും അവിടെ ചെയ്തിട്ടില്ല എന്നുള്ളത് നമ്മുടെ ഈ വർത്തമാന കാലത്തെ ചില സംഭവ വികാസങ്ങളും ചില മരണങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും ഹർത്താൽ നടത്തുകയും മന്ത്രിമാർ യോഗം ചേരുകയും ചെയ്യും. എന്നാൽ ഇതുകൊണ്ടൊന്നും പരിഹാരമാകുന്നില്ല. പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ ഒരു പരിഹാരം കാണാൻ ഇതേവരെ മാറി മാറി വന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് കഴിഞ്ഞിട്ടില്ല.
ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ടവർ പരിസ്ഥിതിയുടെ പേര് പറഞ്ഞ് അവരെ കുടിയിറക്കാൻ നോക്കുമ്പോൾ നിസ്സഹായരായി നിൽക്കുന്ന ജനത ഇനി എന്തു ചെയ്യണം? വയനാട് നാടാവണമോ അതോ കാടാവണമോ എന്നത് ഇപ്പോഴും ഒരു ഉത്തരം കിട്ടാത്ത ചോദ്യമായി നമുക്ക് മുന്നിൽ ഉയർന്നു നിൽക്കുന്നു.